സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2,500 രൂപയ്ക്ക് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ ധാരണ. ഈ 2,500 രൂപ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ഉപരോധം കേരള ഗവൺമെൻറ്റിനെ ഇമാതിരിയുള്ള ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല, ക്ഷേമപരമായ ഒരു സമീപനവും സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കേരളത്തിൻ്റെ മേലെ ഒരു സാമ്പത്തിക ഉപരോധം പോലെ ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ 2,500 രൂപ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. മാത്രമല്ല തീർച്ചയായിട്ടും അത് സംഭവിക്കും, അതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല നമ്മൾ അതിൽ കണ്ട ഒരു കാര്യം, ഇവരുടെ ഈ കുടിശ്ശിക കൊടുത്തു തീർത്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തു തീർത്തതിന് ശേഷം മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്. അപ്പോഴാണ് കുറച്ച് കുടിശ്ശികയായത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെയാണ് പിന്നീട് തീരുമാനിച്ച് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം തന്നെ ഒന്നിൽ കൂടുതൽ മാസത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കൊല്ലത്തിൻ്റെ അവസാനം പോണ്ടിയില്ല, അതിന് മുമ്പ് തന്നെ ഒരു വിഷു ഓണം ആകുമ്പോഴേക്കും, ഈ വിഷുവിന് കാത്തിരിക്കേണ്ടതില്ല, ഓണം ആകുമ്പോഴേക്ക് തന്നെ മിക്കവാറും കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുടിശ്ശികയില്ലാതെ മാസാമാസം കൊടുക്കുന്ന നില വരും. അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ആ നിലപാടിനെ പരസ്യമായിട്ട് ന്യായീകരിക്കാനാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രമുഖ സംഘടനാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി യഥാർത്ഥത്തിൽ പ്രസംഗിച്ചത്.